അനന്തരാവകാശ നിയമപ്രകാരം ഭാര്യയുടെ സ്വത്തിൽ ഭർത്താവിന് അവകാശമുണ്ട്. പക്ഷെ ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തിയ കൊലയാളിയാണെങ്കിലോ? നിയമത്തിന്റെ ചില പരിമിതികൾ ഇങ്ങനെയൊക്കെയാണ്. കൊലയാളിയാണെങ്കിലും അനന്തരാവകാശത്തിന് അർഹതയുണ്ടാകും. എന്നാൽ കോടതികൾക്ക് ചില സമയങ്ങളിൽ വിവേചനാധികാരം പ്രയോഗിക്കാനും കഴിയും. ധാർമ്മികതയിലും മനുഷ്യത്വത്തിലും ഊന്നി കോടതികൾ വിധി പറയുമ്പോൾ നിയമം നീതിക്ക് വഴിമാറാറുണ്ട്. 1996 വിവാഹിതരായവരുടെ ഒരു കേസാണ് ഹൈക്കോടതിക്ക് മുന്നിൽ അടുത്തിടെ എത്തിയത്. ഭാര്യയുടെ വീട്ടിൽ നിന്നും സ്ത്രീധനമായി സ്വർണവും പണവും നൽകിയിരുന്നു. എന്നാൽ പിന്നീട് ഭർത്താവ് അധിക സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. സ്ത്രീധന പീഡനത്തെ തുടർന്ന് ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തി. പിന്നീട് ഭർത്താവിനെ കോടതി ശിക്ഷിച്ചു. ഭാര്യയുടെ സ്വത്തിന് തനിക്ക് അവകാശമുണ്ടെന്ന് ഭർത്താവ് വാദമുന്നയിച്ചു. എന്നാൽ ഭാര്യയുടെ അമ്മ അതിനെ എതിർത്തു. ഭാര്യയെ കൊലപ്പെടുത്തിയ ഭർത്താവിന് ഇണയുടെ സ്വത്തിൽ നിന്ന് അവകാശം നിഷേധിക്കുന്ന നിയമപരമായ വ്യവസ്ഥയില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് മുൻസിഫ് കോടതി അമ്മയുടെ വാദം തള്ളുകയായിരുന്നു. എന്നാൽ ഹൈക്കോടതി അതിൽ സ്ലേയർ റൂൾ എന്ന സിദ്ധാന്തം പ്രയോഗിച്ചു. Slayer rule means somebody who is committing intentional murder or with an intention to commit felony, he cannot inherit the property of the victim. അതായത് ഒരാൾ മറ്റൊരാളുടെ പ്രോപ്പർട്ടി കവർച്ച ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയോ അല്ലാതെയോ ഒരാളെ നരഹത്യ ചെയ്യുകയാണെങ്കിൽ ആ മരണപ്പെട്ട ആളുടെ വസ്തു ഇദ്ദേഹത്തിന് ഒരിക്കലും ഇൻഹെറിറ്റ് ചെയ്യാൻ കഴിയില്ല. ഒരു മനുഷ്യനല്ലാതായി മാറി മറ്റൊരാളെ കൊല്ലാൻ തീരുമാനിക്കുന്ന നിമിഷം യവൻ മനുഷ്യനല്ല, യവനിലെ മനുഷ്യൻ മരിച്ചിരിക്കുന്നു എന്നാണ് നിയമം അതിൻ്റെ പ്രിൻസിപ്പിൾ പറയുന്നത്. ഇറ്റ്സ് എ ഗ്രേറ്റ് വണ്ടർഫുൾ ലോ. ജീവിച്ചിരിക്കുന്ന ആളിന് മാത്രമേ മരിച്ചൊരാളുടെ പ്രോപ്പർട്ടി ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റൂ. മരിച്ചുപോയ ആളിന് മുൻപ് മരിച്ചുപോയ ആൾക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റില്ല. ദിസ് ഈസ് അണ്ടർലൈനിങ് പ്രിൻസിപ്പിൾ ഓഫ് സ്ലേയർ റൂൾ. നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നില്ലെങ്കിലും പൊതു നിയമ സിദ്ധാന്ത പ്രകാരം കൊലയാളിക്ക് ഭാര്യയുടെ സ്വത്തിൽ അവകാശമില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയും പരാതിക്കാരിയായ അമ്മയെ മരിച്ചുപോയ മകളുടെ ഏക നിയമപരമായ അവകാശിയായി കോടതി പ്രഖ്യാപിക്കുകയും ചെയ്തു.